വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ല ഞെട്ടിപ്പിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ LDFനെ വിറപ്പിച്ചു എന്നുള്ളതാണ്. നിലവിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലും LDF ആണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമനുസരിച്ച് ആറന്മുള, കോന്നി, അടൂര്, റാന്നി, തിരുവല്ല ഈ 5 ഇടങ്ങളിലും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി തന്നെ നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 ഇടങ്ങളിലും UDF വൻ വിജയം നേടിയത് LDFനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആറന്മുള, കോന്നി മണ്ഡലങ്ങളിൽ അടക്കം ശക്തമായ വേരോട്ടമുള്ള വിജയപ്രതീക്ഷയിലാണ് BJP നിൽക്കുന്നത്. ശബരിമല സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ വിവാദം ആയി നിൽക്കുന്ന അവസരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. കോന്നിയുടെ മുൻ MLA കൂടിയായിരുന്നു, മുൻ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പത്മകുമാർ ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ജയിലിലാണ്. അത് പത്തനംതിട്ടയിൽ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. അത് CPMന് വലിയ പ്രഹരമാണ് അവിടെ നിന്ന് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് ആകും വീണ്ടും സ്ഥാനാർത്ഥി എന്നാണ് അറിയുന്നത്. അത് 3ാം വട്ടത്തിലേക്ക് കടക്കുകയാണ്. 2016 സഭയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് രംഗത്ത് വന്നത്. 2021 രണ്ടാമതും മത്സരിച്ചു, വിജയിച്ചു. 19,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു. കേരളത്തിൽ മുഴുവൻ ഒരു LDF തരംഗമാണ് ഉണ്ടായിരുന്നത്. 2ാം തവണ സഭയുടെ ആവശ്യപ്രകാരം മന്ത്രി പദവിയിലേക്ക് എത്തി. അങ്ങനെ ആരോഗ്യ വകുപ്പ് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മികച്ച രീതിയിൽ പോയിരുന്ന ആരോഗ്യ വകുപ്പ് 2ാം പിണറായി സർക്കാരിൽ വരുമ്പോൾ കുത്തനെ താഴേക്കിടിയുകയാണ് ചെയ്തത്. ഇതിലൂടെ മന്ത്രി വീണ ജോർജിന് ആറന്മുളയിൽ തന്നെ പാർട്ടിക്കിടയിൽ തന്നെ വളരെ വിയോജിപ്പുണ്ടാകുന്നു. അതുപോലെ പത്തനംതിട്ട ജില്ലയിലുള്ള MLA മാർ വിളിച്ചാൽ പോലും മന്ത്രി ഫോൺ എടുക്കാത്ത പരാതി ഉയരുന്നു. ഇതൊക്കെ ഇവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആറന്മുളയിൽ മിക്കവാറും കോൺഗ്രസിൽ നിന്ന് അബിൻ വർഗിയോ അല്ലെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനോ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്ത് വരുന്നത് കോന്നിയാണ്. കോന്നി LDFന്റെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് KU ജനീഷ് കുമാർ അവിടെ വിജയിച്ചു വരുന്നത്. കാരണം 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ MLA ആയിരുന്ന അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിലേക്ക് കൊണ്ടുപോയി. അത് കോൺഗ്രസിന്റെ ഒരു ബുദ്ധിമോശമെന്ന് തന്നെ പറയാം. അവർ തന്നെ അവരുടെ കയ്യിലിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുത്തി. അതുപോലെ നഷ്ടപ്പെടുത്തിയ ഒരു സീറ്റാണ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവില് മുരളീധരന് വടകരയിലേക്ക് വണ്ടി കയറ്റിയത്. അപ്പം കോന്നിയിലെ വലിയ പ്രിയനായിട്ട് നിന്ന അടൂർ പ്രകാശിനെ മാറ്റിയതോടുകൂടി ഉപതെരഞ്ഞെടുപ്പിൽ ജനീഷ് കുമാറിലേക്ക് പോയി. 21 തെരഞ്ഞെടുപ്പിലും ജനീഷ് കുമാർ വിജയം ആവർത്തിച്ചു. 8,508 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ജനീഷ് കുമാറിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു വികാരം നിൽക്കുന്നുണ്ട്. BJP പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു ഇടം കൂടിയാണ് കോന്നി. കോന്നിയിലെ മുൻപ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K സുരേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട്. കോന്നിയിലും മഞ്ചേശ്വരത്തും ഒക്കെയായിട്ട് ഒരേ സമയം മത്സരിക്കുകയാണല്ലോ ചെയ്തത്. അടുത്തത് വരുന്നത് അടൂരാണ്. അടൂരിലെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ചിറ്റയം ഗോപകുമാറാണ്. അത് സംവരണ മണ്ഡലമാണ്. മുൻപ് അവിടെ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏറെക്കാലം നിന്ന് വിജയിച്ച മണ്ഡലമാണ്. അടൂരിലെ CPIക്ക് കൊടുത്തിരിക്കുന്ന സീറ്റ് കൂടിയാണ്. ചിറ്റയം ഗോപകുമാർ 2021 വിജയിക്കുമ്പോൾ 2,919 വോട്ടാണ് ഭൂരിപക്ഷം നിൽക്കുന്നത്. അവിടെ കോൺഗ്രസിൽ നിന്ന് ഇക്കുറി രമ്യ ഹരിദാസിനെ രംഗത്തേക്ക് കൊണ്ടുവരും എന്നാണ് അറിയുന്നത്. പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് രമ്യ ഹരിദാസ് പ്രവർത്തനം നടത്തുന്നു. അതുകൊണ്ട് അടൂർ മണ്ഡലം കൊടുക്കുക എന്നുള്ളതാണ്. കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് അത് അടൂരിലും
ശക്തമായി LDFന് തിരിച്ചടി ഉണ്ടാക്കും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ ആറന്മുളയും കോന്നിയും എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അവിടുത്തെ നിലവിലെ 2 MLA-മാരും ജനങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തവരും ജനവിരുദ്ധമായിട്ടുള്ള നടപടികളിലൂടെ പോകുന്നവരുമാണ്. അതുകൊണ്ട് ഈ 2 മണ്ഡലങ്ങളും അവർക്ക് നഷ്ടപ്പെടും. ഒപ്പം അടൂരിലും നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. പിന്നീട് വരുന്നത് റാന്നിയാണ്. റാന്നി ഏറെക്കാലം അതിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ റാന്നി എപ്പോഴും കോൺഗ്രസിന് അനുകൂലമായി നിന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. സണ്ണി പനവേലി ഒക്കെ ഉള്ളവരുടെ ഒരു കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യത്തിലൂടെ പോവുകയായിരുന്നു. പിന്നീടാണത് CPM-ലേക്ക് വന്നത്. രാജു എബ്രഹാം 5 തവണ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു എന്നുള്ളതാണ്. 25 വർഷക്കാലം. അങ്ങനെ ഈ 2021 വരുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ലേക്ക് മാറുമ്പോൾ റാന്നി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. റാന്നി MLA പ്രമോദ് നാരായണനാണ് ഇപ്പോൾ. 21 ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെ ചെറിയ ഭൂരിപക്ഷമാണ്. 1285 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ആ മണ്ഡലത്തിൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇറക്കിക്കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാനായിട്ട് കഴിയും. 25 വർഷക്കാലം രാജു എബ്രഹാമിൻ്റെ കയ്യിൽ ആ മണ്ഡലം ഇരുന്നിട്ടും വേണ്ട തരത്തിലുള്ള വികസനം കിട്ടാത്ത ഒരിടമായി റാന്നി മാറി എന്നുള്ളതാണ്. അത് ഒരു തരത്തിലും പുരോഗതി ഉണ്ടാകാതെ നിൽക്കുകയാണ്. റാന്നി നിയമസഭാ മണ്ഡലത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നതും. അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ശബരിമല വിഷയം പ്രധാന ചർച്ചാ വിഷയമാകും. അവിടെ ഈ എല്ലാ മണ്ഡലങ്ങളിലും നായർ, ഈഴവ, അതുപോലെ തന്നെ ക്രൈസ്തവരുടെയും പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ആറന്മുള മണ്ഡലത്തിലും ഒക്കെ തന്നെ മുസ്ലിം വിഭാഗവും ഒക്കെയുള്ള മണ്ഡലമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും ശബരിമല സ്ഥിതി ചെയ്യുന്ന അവർക്കൊക്കെ തന്നെ ഒരു മതേതര സ്വഭാവം എപ്പോഴും മറ്റ് മതസ്ഥരും കാണിക്കുന്ന ജില്ല കൂടിയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. റാന്നിയിൽ പ്രമോദ് നാരായണനെ കോൺഗ്രസിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള കണക്കുകൂട്ടലാണുള്ളത്. കാരണം വളരെ ചെറിയ ഭൂരിപക്ഷം 1285 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. ഇനിയിപ്പോൾ തിരുവല്ലയിലേക്ക് വരുമ്പോൾ, തിരുവല്ല ഒരു ക്രൈസ്തവ മുഖമാണ് തിരുവല്ലയ്ക്ക് എപ്പോഴും ഉള്ളത്. മാത്യു ടി തോമസ് ആണ് അവിടുത്തെ നിലവിലെ MLA. മുൻ മന്ത്രിയായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മാത്യു ടി തോമസ് ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അവരിപ്പോൾ പുതിയ സോഷ്യലിസ്റ്റ് പാർട്ടിയും ഒക്കെയായിട്ട് LDF-ൽ തുടരുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. തിരുവല്ലയിൽ നിന്ന് 21 മാത്യു ടി തോമസ് വിജയിക്കുമ്പോൾ 11,421 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. പക്ഷെ ഇപ്പോൾ ചിത്രം മാറിയിട്ടുണ്ട്. BJP അവിടെ ശക്തി പ്രാപിച്ചു വന്നിട്ടുണ്ട്. ക്രൈസ്തവ ഇടമാണെങ്കിൽ പോലും ഈ മർത്തോമ സഭയുടെ ഒരു ആസ്ഥാനം കൂടിയാണ് തിരുവല്ല. ഈ മർത്തോമ സഭയ്ക്ക് പൊതുവെ BJP-യോടൊരു ആഭിമുഖ്യമുണ്ട്. മാർ ക്രിസോസ്റ്റം തിരുമേനി മർത്തോമ സഭയുടെ പരമാധ്യക്ഷനായിട്ടിരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒക്കെ നടത്തുകയും സഭയ്ക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് പലതരത്തിലുള്ള നേട്ടങ്ങളും ഒക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഒരു ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനൂപ് ആന്റണി അവിടെ BJP-യുടെ NDA-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് വളരെ നേരത്തെ തന്നെ തീർച്ചപ്പെടുത്തിക്കൊണ്ട് അനൂപ് ആന്റണി അവിടെ പ്രവർത്തിക്കുക കൂടിയാണ്. എന്തായാലും കോൺഗ്രസിൽ നിന്നും അവിടെ ഇറങ്ങാൻ പോകുന്നത് മുതിർന്ന നേതാവായിരിക്കും എന്നാണ് അറിയുന്നത്. അവിടെ കനത്ത പോരാട്ടം നടക്കും. ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടെന്നുള്ളതാണ്. എന്തായാലും ആറന്മുള, കോന്നി, അടൂർ, റാന്നി ഈ 4 മണ്ഡലങ്ങൾ UDF-ന് പിടിച്ചെടുക്കാൻ സാധിക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. തിരുവല്ലയിൽ മാത്രമാണ് അല്പം സംശയം നിൽക്കുന്നത്. കാരണം അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും പത്തനംതിട്ട ഇക്കുറി ഞെട്ടിപ്പിക്കും എന്നുള്ളത് തീർച്ചയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.